എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമരം? എനിക്കൊരു കുടുംബ പ്രശ്നമാണല്ലോ എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത്. അതിൽ ഇത്തരത്തിൽ ഒരു സമരത്തിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യമായി വരുന്നത്. കഴിഞ്ഞ 12 ദിവസമായിട്ട് ഇവിടെ സമരം ഇരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ വല്ലതും നേരിടുന്നുണ്ടോ? ഈ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഇവിടെ ഭർത്താവിന്റെ ബന്ധുക്കൾ താമസിച്ചിരുന്ന വീടാണ്, അവിടെ ആളുകൾ താമസിക്കുന്നുണ്ട്. നിങ്ങൾ ഈ സമരത്തിന് ഇരുന്നതിന് ശേഷമാണോ ഇവിടെ നിന്ന് ആള് കൂട്ടിപ്പോയതും മറ്റും? തലേദിവസം വരെ ഇവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ടായിരുന്നു. അത് അവരെ ഓർഡറിന്റെ കാര്യം അറിഞ്ഞിട്ട് വീട് പൂട്ടി പോവുകയുണ്ടായത്. ആദ്യത്തെ ദിവസം ഇവിടെ കറണ്ട് ഉണ്ടായിരുന്നു, പിന്നെ അവർ കറണ്ടും വെള്ളവും കട്ടാക്കി. ഒരു ദിവസം ഈ ഗേറ്റും പൂട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ മാന്യമല്ലാത്ത അതെ, തീർച്ചയായിട്ടും നിങ്ങൾ പ്രൂഫ് എടുക്കേണ്ട കാര്യങ്ങളല്ലേ പറയുന്നത്. വീഡിയോക്ക് പ്രൂഫ് എടുക്കാണ്ട് ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ? നിങ്ങളുടെ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്താവൻ. ഇന്നലെ ചില ചാനലുകളിലൊക്കെ വന്നൊരു വാർത്ത ഉണ്ട്. ചാവക്കാട്, തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാടുന്ന് ഡോക്ടർ ആയിഷ എന്ന പേരൊരു യുവതിയുടെ ഒരു സമരത്തിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അതായത് ഇവരുടെ ഭർത്താവ് ഇവരെ അറിയിക്കാതെ രണ്ടാമതൊരു വിവാഹം കഴിച്ചു. ഇതിനെതിരെ ഇവർ കോടതിയിൽ പോയി. അങ്ങനെ 6 വർഷമായിട്ട് ഇവർ ഭർത്താവുമായിട്ട് പിണങ്ങിക്കഴിയാണ്. ഇവർക്കൊരു കുഞ്ഞുണ്ട്, ഒരു മോളുണ്ട്. അപ്പോൾ ഇവർ ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കാൻ കോടതി ഓർഡർ ഉണ്ടായിട്ടും ഇവരവിടെ കയറ്റിയില്ല. വെള്ളം കട്ടാക്കി, കറണ്ട് കട്ടാക്കി, ഗേറ്റ് അടച്ചു. ഇങ്ങനെ പറഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവർ ഭർത്താവിൻ്റെ വീടിന് മുൻപിൽ സമരത്തിലാണ്. ഇങ്ങനെ വളരെ സങ്കടത്തോട് കൂടിയിട്ടാണ് ആ യുവതി ചോദിക്കുന്നത്, എങ്ങനെയാണ് എൻ്റെ സമ്മതമില്ലാതെ ഭർത്താവ് വേറെ കല്യാണം കഴിക്കുക? അതിന് മഹല്ലുകാർ കൂട്ടുന്നു. ഇവർ രണ്ടാമത് കല്യാണം കഴിപ്പിച്ച മഹല്ലിൽ അവർക്ക് മറ്റേ മഹല്ലിൻ്റെ ലെറ്റർ വേണ്ട. ഇങ്ങനെ ഒരു ഭാര്യയുടെ ഏറ്റവും വലിയ സങ്കടമാണ് ഭർത്താവ് വേറെ കല്യാണം കഴിക്കുന്നത്. ആ യുവതി പറയുന്ന വാക്കുകളൊന്ന് കേൾക്ക്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമരം? എനിക്കൊരു കുടുംബ പ്രശ്നമാണല്ലോ എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത്. അതിൽ ഇത്തരത്തിൽ ഒരു സമരത്തിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യമായി വരുന്നത്. കഴിഞ്ഞ 12 ദിവസമായിട്ട് ഇവിടെ സമരം ഇരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ വല്ലതും നേരിടുന്നുണ്ടോ? ഈ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഇവിടെ ഭർത്താവിന്റെ ബന്ധുക്കൾ താമസിച്ചിരുന്ന വീടാണ്, അവിടെ ആളുകൾ താമസിക്കുന്നുണ്ട്. നിങ്ങൾ ഈ സമരത്തിന് ഇരുന്നതിന് ശേഷമാണോ ഇവിടെ നിന്ന് ആള് കൂട്ടിപ്പോയതും മറ്റും? തലേദിവസം വരെ ഇവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ടായിരുന്നു. അത് അവരെ ഓർഡറിന്റെ കാര്യം അറിഞ്ഞിട്ട് വീട് പൂട്ടി പോവുകയുണ്ടായത്. ആദ്യത്തെ ദിവസം ഇവിടെ കറണ്ട് ഉണ്ടായിരുന്നു, പിന്നെ അവർ കറണ്ടും വെള്ളവും കട്ടാക്കി. ഒരു ദിവസം ഈ ഗേറ്റും പൂട്ടിയിട്ടുണ്ടായിരുന്നു. സഹകരണമില്ല, മാത്രമല്ല ഭീഷണികൾ ഇപ്പോൾ ഒരുപാടുണ്ട്. അദ്ദേഹത്തിന്റെ സഹോദരൻ ഉസ്മാൻ അബ്ദുൽ ലത്തീഫ്, ഇവരുടെ കുഞ്ഞിപ്പമാര് ഇന്നലെ ഇവിടെ പരസ്യമായിട്ട് നിന്നിട്ട് അസഭ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു. വളരെ മോശപ്പെട്ട. പോലീസിൽ പരാതിപ്പെട്ടിട്ട് എന്തായി? പരാതി ഇന്നലെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അറിയില്ല സാർ, അതൊക്കെ എന്താവുന്നുള്ള അറിയില്ല. പോലീസിന്റെ ഭാഗത്തുനിന്നും ഒന്നും ചെയ്യാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ നമ്മൾ അവഗണിക്കുകയാണ് ഇപ്പം കുറച്ചായിട്ട്. 12 ദിവസമായി. എന്താണ് ഒരു സൊല്യൂഷൻ പ്രതീക്ഷിക്കുന്നത് ഈ കാര്യത്തിൽ? എൻ്റെ അവകാശങ്ങളൊക്കെ തിരിച്ചു തന്ന് എൻ്റെ മകളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കി, ബന്ധം ഒഴിവാക്കി. അദ്ദേഹം എന്തായാലും ജീവിതമായി മുന്നോട്ട് പോയല്ലോ. എന്നെ മാന്യമായിട്ട് ഈ സമൂഹത്തിൽ ജീവിക്കാനുള്ള ഒരു രീതിക്ക് കാര്യങ്ങൾ അവസാനിപ്പിച്ച് തരണം എന്നുള്ളതാണ് അതിൻ്റെ അപേക്ഷയാണ്. ഇതിനകത്ത് ആരെങ്കിലും ഒന്ന് ഇടപെടും. എനിക്കത് അതിനകത്ത് സത്യത്തിൽ ഞാൻ അന്വേഷിച്ചിടത്തോളം ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. മഹലിൽ പോയിട്ട് കാര്യമില്ല, അവിടുത്തെ മഹലിലും പോയിട്ട് കാര്യമില്ല, ഇവിടുത്തെ മഹലിലും പോയിട്ട് കാര്യമില്ല. അവർക്കൊന്നും ചെയ്യാനില്ല എന്നാണ് പറയുന്നത്. ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഒരു മുസ്ലിം പെണ്ണായിട്ടുള്ള എനിക്ക്, ഒന്നാം ഭാര്യയായ എനിക്ക് പോകാൻ സ്ഥലങ്ങളില്ല, കേൾക്കാൻ ഇടങ്ങളുമില്ല, ആരുടെയും പ്രയോറിറ്റിയും അല്ല. നമ്മൾ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ നിരവധിയായിട്ടുള്ള ഇത്തരത്തിലുള്ള അനുഭവം നേരിടുന്ന സ്ത്രീകൾ വിളിക്കുന്നുണ്ട്, കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 3 ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ അതിൻ്റെ റെസ്പോൺസസ് കണ്ടിട്ടും അതുപോലെ എനിക്ക് പേഴ്സണലായിട്ടുള്ള വന്ന മെസ്സേജസും കണ്ടപ്പോൾ ഇതൊരു ഒറ്റപ്പെട്ട അനുഭവമല്ല. സത്യത്തിൽ എൻ്റെതൊക്കെ വളരെ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്നതുകൊണ്ട് എൻ്റെ പ്രശ്നം അത് വെച്ച് നോക്കുമ്പോൾ വളരെ ലഘുവായി തോന്നി എനിക്ക്. ഒരുപാട് പെൺകുട്ടികൾ ഇതുമാതിരിയുള്ള രണ്ടാം വിവാഹത്തിൽ പെട്ട് അതിൽ ഗ്രിവൻസസ് ആയിട്ട് കുട്ടികളുമായിട്ട് ബുദ്ധിമുട്ട് ജീവിക്കുന്നവരുണ്ട്. ജോലിക്ക് പോകാത്തവരും അങ്ങനെയൊക്കെയായിട്ട് ഒരുപാട് നരകിച്ച് ജീവിക്കുന്ന കുറച്ചധികം കഥകൾ ഞാൻ കേൾക്കാനിടയായി. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് എൻ്റെ ഫാമിലി ഇഷ്യൂ മാത്രമല്ല, ഇതൊരു സോഷ്യൽ ഇഷ്യൂ ആണ്. നമുക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സോഷ്യൽ ഇഷ്യൂ. നമ്മൾ മാന്യമല്ലാത്ത അതെ, തീർച്ചയായിട്ടും നിങ്ങൾ പ്രൂഫ് എടുക്കേണ്ട കാര്യങ്ങളല്ലേ പറയുന്നത്. വീഡിയോക്ക് പ്രൂഫ് എടുക്കാണ്ട് ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ? നിങ്ങളുടെ വഴി തൊടുന്നില്ല. അല്ല, നിങ്ങൾ ഇങ്ങനെ എത്ര സംസാരിക്കേണ്ട കാര്യമില്ല. ഞാൻ എന്താ ചെയ്യുന്നത്? എന്താ ചെയ്തത്? നിങ്ങൾ തന്നെ പറയും. അതേലോ എന്റെ വാപ്പാടെ കുടുംബത്തിൽ ഞങ്ങൾക്ക് നാട്ടിക്ക് വന്നല്ലേ ഇല്ല. ഈ എന്റെ കുടുംബത്തിൽ കുളങ്ങത്തെ തറവാട്ടാന്റെ പുറത്ത് ഒരുപെട്ട പെണ്ണായിട്ടില്ല. അതായത് എനിക്ക് വേണ്ടി സംസാരിക്കുന്ന എന്റെ മകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഞാൻ ഉരുമ്പെട്ടവളല്ലേ?
ആയിക്കോട്ടെ ഒരുപാട് കോടതിയിൽ നടക്കണ്ടോ റൈറ്റ്സ് നോക്ക് നിയമത്തിന് വെച്ച് പോട്ടെ നിയമം എന്താ വിധിക്കണേ അത് കൊടുക്കണം. അപ്പൊ പിന്നെ ഓർഡർ ഇത് വന്നിട്ട് നിയമം പറഞ്ഞ വെയിറ്റ് ചെയ്തില്ല അതിനെ വന്നിട്ട് വന്നിട്ട് ഓരോ കാണിക്കണം. ഇങ്ങനത്തെ കാരണം ഈ കാലത്ത് 15-10 വർഷം 12 വർഷം കേരളത്തിൽ താമസിക്കാത്ത ഒരാള് ഏത് നാട്ടിൽ ഈ നാട്ടിലൊക്കെ അറിയാം. ഈ കല്യാണം ഇവിടെ ലവ് മാരേജ് ആണ്. ഒരു മാന്യമായ അന്വേഷിച്ച് കല്യാണം നടത്തുമ്പോ അതിലെ കെട്ടി പറഞ്ഞ് വീണ്ട കല്യാണം നടത്താണ്. ഈ ലവ് മാരേജ് എവിടെ നന്നായി പോയിട്ടുണ്ട്. നാട്ടിൽ തന്നെ തള്ളാരി വെറുപ്പിച്ച് നടന്ന കല്യാണം നടന്നുപോയി. എന്റെ മകള് ഞാൻ സംസാരിക്കുന്നത് അപ്പൊ സംസാരിക്കാൻ സംഭവിച്ചു. അവർ തമ്മിൽ അടുപ്പുള്ള അപ്പൊ നല്ല നിലക്ക് സംസാരിക്കും. തെറ്റിയപ്പോ നമ്മളെ മാസമായി സംസാരിച്ച് കുടുംബത്തിൽ കയറി വരാം. ഞാൻ എങ്ങോട്ടാ പോകേണ്ടത്? കുടുംബത്തിലില്ല. ഞാൻ എങ്ങോട്ടാ പോകേണ്ടത്? ഞാൻ പിന്നെ എങ്ങോട്ടാ പോകേണ്ടത്? നിനക്ക് നിന്റെ വീട് നീ സമൃദ്ധിയുണ്ടാക്കണം. നീ സ്വന്തമായിട്ട് ഞാൻ എന്റെ ഭർത്താവിന്റെ അല്ല ഞാൻ എന്റെ ഭർത്താവിന്റെ വീട്ടിലോട്ടല്ലാണ്ടെങ്കിൽ ഞാൻ ഡോക്ടറല്ല ഞാൻ ഇവിടുത്തെ ഒരു സാധാരണ പെൺകുട്ടിയാണ്. പണ്ണൊക്കെ തുല്യപ്പോ ആണല്ലേ? എന്നിട്ടാണല്ലേ നിങ്ങൾ എന്നെ ഊരുംപെട്ട് വിളുന്നു? ഗേറ്റ് കൂടെ എങ്ങനെയോ പറ്റുക? ഈ വീട്ടിലെ ആൾക്കാർ കയറി പോകണം. അവിടെ വല്ല കറണ്ട് ഫീസാ ആര് ഫീസ് കിട്ടിയത്? കറണ്ട് നിങ്ങൾ കട്ടാക്കില്ലേ? ഇൻവെർട്ടർ അവർ ഓഫാക്കിട്ട് ബോൾ എടുത്ത് പോകുള്ളൂ. ആ ഇൻവെർട്ടർ കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം ഇല്ല. അവർക്ക് എന്നെ മാന്യതയും പഠിപ്പിക്കാൻ മാത്രമേ അറിയൂ. മാന്യമായിട്ട് നമ്മളത് കോടതി അവസാനിപ്പിക്കുന്ന വിഷയമാണ്. ഇത് കോടതി വിഷയമാണ്. ഒരു സ്ത്രീയോ ഡോക്ടറാണ്. മാനദാന ഒരു ഡോക്ടറാണ്. നീ ഇപ്പൊ നിന്റെ ആളാണ്. വേണ്ടപ്പെട്ട ആളാ. വേണ്ട അതിനോട് സംസാരിക്കാൻ പറ്റാൻ ഈ ശരി സംസാരിക്കണ്ട. അതിവിടെ കോടതി നടന്നുകൊണ്ടിരിക്കുന്നു. ഞാനിപ്പോ വന്ന വിഷയം ഈ കോടതി നടക്കുന്നതിൽ നിങ്ങളാരാ? ഈ കേസിൽ നിങ്ങൾ എന്താ കക്ഷി? നിങ്ങൾ കക്ഷിയാണോ? പിന്നെ നിങ്ങൾ എന്തിനാ സംസാരിക്കുന്നത്? നിങ്ങൾ സംസാരിക്കുന്നെങ്കിൽ അദ്ദേഹത്തിന് സംസാരിക്കാം. ഈ വഴി പഠിക്കണം. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് എവിടെ നിങ്ങൾക്ക്? അപ്പോൾ ഈ ഡോക്ടർ ആയിഷ ഇവരുടെ ഞാൻ ഇൻസ്റ്റയിൽ ഇവരുടെ വീഡിയോ കണ്ടിരുന്നു. പിന്നെ ഞാൻ ചാനലിലൊക്കെ കണ്ടപ്പോഴാണ് ഇതിലൊരു ഗൗരവം എനിക്ക് മനസ്സിലായത്. മറുഭാഗത്ത് എന്താണ് സംഭവം കൃത്യമായിട്ട് നമുക്കറിയില്ല. അന്വേഷിച്ചപ്പോൾ അറിഞ്ഞ കാര്യം എങ്ങനെയാണ്, അയാൾ ഒരു തെറാപ്പിസ്റ്റിനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ പ്രണയവിവാഹമായിരുന്നു. ഇവരുടെ ഈ ചെക്കൻ്റെ ഉപ്പ രണ്ടുപേരെയും അംഗീകരിച്ചില്ല. കാരണം പ്രണയവിവാഹം ആയതുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹം കഴിച്ചാണ്. പഠിക്കുന്ന സമയത്തുള്ള ഒരു റിലേഷൻഷിപ്പായിരുന്നു. അങ്ങനെ സ്വന്തം നിലയ്ക്ക് കല്യാണം കഴിച്ചായതുകൊണ്ട് ഈ ചെറുക്കൻ്റെ ഉപ്പ ആ വിവാഹത്തെ അംഗീകരിച്ചില്ല. അവരെ വീട്ടിൽ കയറ്റാൻ പോലും തയ്യാറായിരുന്നില്ല. പിന്നീട് ഇവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടായി. ആ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്നിട്ടാണ് കേസും കാര്യങ്ങളുമായി ഇത്. എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഇസ്ലാമിൽ എന്തുകൊണ്ടാണ് ഒരു ഭാര്യ ഉണ്ടായിരിക്കെ വേറൊരു സ്ത്രീനെ കല്യാണം കഴിക്കാൻ നിയമപരമായിട്ട് പാടുണ്ടോ എന്നുള്ളതാണ് ഈ സ്ത്രീ ചോദിക്കണേ. ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ഒരാളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളറിയാതെ വേറെ വിവാഹം കഴിക്കുന്നത് നിങ്ങൾ അംഗീകരിക്കുമെന്ന് വെച്ചാൽ ഒരാളും അംഗീകരിക്കില്ല. പക്ഷേ ഇസ്ലാമിൽ എന്താണ് നിയമം എന്നുള്ളതാണ്. ഇസ്ലാമിലെ നിയമം ഭാര്യ അറിയാതെ ഭർത്താവ് വേറെ വിവാഹം കഴിച്ചാൽ ആ വിവാഹം നിയമപരമായിട്ട് സാധുവാണ്. 4 മദ്ഹബിലും ഇങ്ങനെ തന്നെയാണ്. ആ വിവാഹം ശരിയാവാൻ സമ്മതം വേണമെന്നില്ല. പക്ഷേ കൂട്ടത്തിൽ ഫിഖിൻ്റെ ആളുകൾ ചില കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട്. എല്ലാ ഭാര്യമാരോടും ഈക്വലായിട്ടുള്ള എല്ലാത്തിലും ഈക്വൽ സ്വഭാവം കാണിക്കാൻ കഴിയുന്ന ആളുകൾ മാത്രമേ എന്ത് ചെയ്യാവൂ രണ്ടാമത് വിവാഹം കഴിക്കാം. ഇവിടുത്തെ ചില കേസുകൾ എന്താ പറയുക, ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. ഈ വിഷയമല്ല, എൻ്റെ നാട്ടിലുണ്ടായൊരു സംഭവം പറയാം. ഇത് കല്യാണമൊക്കെ കഴിച്ച് ഒരു 3 വർഷം നല്ലപോലെ മുന്നോട്ട് പോയി. പിന്നീട് ഇവർക്കിടയിൽ പ്രശ്നങ്ങളായപ്പോൾ രണ്ടുപേരും സാമ്പത്തിക ശേഷിയുള്ള ആളുകളാണ്. ഈ രണ്ടുപേരും പല കാരണങ്ങളാൽ പരസ്പരം ഒന്നിച്ചു പോകാൻ കഴിയാത്തായി. അപ്പോൾ ഇവർക്ക് ത്വലാക്ക് ചെല്ലേണ്ട ഒരു ആവശ്യം വന്നു. അപ്പോൾ ത്വലാക്ക് പല രൂപത്തിലുള്ള ത്വലാക്കുണ്ട്. ഏകപക്ഷീയമായിട്ട് ആണിൻ്റെ ത്വലാക്ക്, പെണ്ണിന് ഇങ്ങോട്ട് ത്വലാക്കല്ല, ഫസ്ഖ് ഹുൽ എന്നൊക്കെ പറഞ്ഞിട്ട് പല കാര്യങ്ങളുണ്ട്. എന്നാൽ രണ്ടു പേർക്കുമുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൊരു ത്വലാക്കും ഇസ്ലാമിൽ ത്വലാഖുൻ മുബാറാത്ത് അത് ചൊല്ലാനാണ് ഇവരുടെ വക്കീൽ ഉപദേശിച്ചത്. അങ്ങനെ ആണിൻ്റെ ഭാഗം പെണ്ണിൻ്റെ ഭാഗം സമ്മതിക്കണില്ല. ത്വലാഖുൻ മുബാറാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പേരിൽ ഭർത്താവിനെ നിയമപരമായിട്ട് പീഡിപ്പിക്കാനോ അല്ലെങ്കിൽ നിയമത്തിൻ്റെ വലയിലിട്ടിട്ട് ബുദ്ധിമുട്ടിക്കാനോ ഭാര്യയ്ക്ക് കഴിയില്ല. ഇതാണ് ത്വലാഖുൻ മുബാറാത്തിൻ്റെ ഒരു പ്രത്യേകത. ഇത് ഇസ്ലാമിലുള്ളൊരു നിയമമാണ്. ഇത് ഉപയോഗപ്പെടുത്താൻ ഈ പെണ്ണിൻ്റെ ആളുകൾ തയ്യാറാവണില്ല എന്ന് മാത്രമല്ല, പരമാവധി ഇയാളെ ബുദ്ധിമുട്ടിക്കുക. അവർക്കൊരു ആൺകുട്ടിയാണ് ഉണ്ടായിരുന്നത്. ആ ആൺകുട്ടിയെ കാണാൻ ഈ ഭർത്താവിനെ സമ്മതിക്കില്ല. അവർ ഗൾഫിൽ പോകും, അവർ ശ്രീലങ്കയിൽ പോകുന്നു, പല രാജ്യങ്ങളിൽ കറങ്ങുന്നു. ഒരിക്കൽ പോലും ആ കുട്ടിയോട് എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ബന്ധം ഉണ്ടാകാൻ പാടില്ല. അയാൾക്ക് സ്വന്തം കുഞ്ഞിനെ, ഡിവോഴ്സ് ആണെങ്കിലും കേസിലാണെങ്കിലും സ്വന്തം കുഞ്ഞിനെ കാണാനുള്ള ഒരു മാനുഷികമായ അവകാശവും ഹ്യൂമൻ റൈറ്റ്സും ഉണ്ടല്ലോ.
ധാർമ്മിക അവകാശമുണ്ട്. പക്ഷേ അത് മുഴുവനും എന്താക്കി, ഈ സ്ത്രീ ഏകപക്ഷീയമായി അവരെ വീട്ടുകാർ ഒഴിവാക്കി. ഇയാൾ സഹികെട്ട് പല രീതിയിൽ നോക്കി, തലാഖ് നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് പോകാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നീയും അവരെന്തോ ഒരു ആർക്കിടെക്ചർ അങ്ങനെ എന്തൊക്കെ ഒരു ജോലിയാണ്, രണ്ടുപേരും നന്നായിട്ട് ജോലിയുള്ള ആളുകളാണ്, അവർ ജോലി എടുത്ത് ജീവിക്കട്ടെ, നമുക്ക് തലാഖുൻ മുബാറാത്തുൻ പരസ്പരം സഹകരണത്തോടു കൂടിയുള്ള മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ് തലാഖിലും അതിന് ഇവർ തയ്യാറല്ല. ഇവരുടെ ഉദ്ദേശം എന്താണ്? ഭർത്താവിനെ ജീവിക്കാൻ അനുവദിക്കരുത്, അയാൾക്ക് വേറെ വിവാഹം കഴിക്കാൻ സമ്മതിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അയാളുടെ കേസും കൂട്ടത്തും ആക്കിയിട്ട് കുറേ ഇടങ്ങറാക്കണം. അങ്ങനത്തെ ഒരു ദുഷിച്ച ചിന്തയോട് കൂടിയിട്ടായിരുന്നു ഈ സ്ത്രീയും വീട്ടുകാരും പ്രവർത്തിച്ചത്. അയാൾ സഹികെട്ടിട്ട് വേറെ വിവാഹം കഴിച്ചു. അയാൾ ഇത് ലീഗലി ഡിവോഴ്സ് ആയിട്ടില്ല, അയാൾ സഹികെട്ട് വേറെ വിവാഹം കഴിച്ചു. അപ്പോൾ ഇത്തരത്തിൽ വിവാഹം കഴിക്കുന്ന ആളുകൾ സ്വന്തം ജീവിതം ഉള്ള യൗവനമൊക്കെ നഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ കേസും കൂട്ടത്തിന് പിന്നാലെ പോയിട്ട് കോടതിയിൽ പോയിട്ടൊരു വിധി വരാനൊക്കെ വർഷങ്ങളെടുക്കും. അപ്പോൾ അതിൽക്കും നല്ലത് സ്വന്തമായിട്ടൊരു വിവാഹം കഴിച്ചത് കൊണ്ട് ഞാൻ പറയണു, അങ്ങനെ രണ്ടാമത് വിവാഹം കഴിച്ചോളൂ, നിയമപരമായിട്ടോ ധാർമ്മികമായിട്ടോ ഇത്തരം കേസുകൾ ഒരു തെറ്റല്ല. ഇന്ത്യൻ മുസ്ലിം വ്യക്തി നിയമം അനുസരിച്ചിട്ട് ഒരു പുരുഷന് തൻ്റെ ഭാര്യയുടെ സമ്മതമില്ലാതെ രണ്ടാമത് വിവാഹം കഴിച്ചാൽ അത് വിവാഹം എന്നുള്ള കർമ്മത്തിന് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അങ്ങനെ അതൊരു ധാർമ്മിക പ്രശ്നമാണ്. അങ്ങനെ ഒരു ഭാര്യ ഉണ്ടായിരിക്കുക, എന്തിനാണ് രണ്ടാമത് വിവാഹം കഴിക്കണം? അന്ന് ഭാര്യയോടുള്ള പ്രശ്നങ്ങളായിരിക്കാം, ഭാര്യയോടുള്ള വിയോജിപ്പ്, അല്ലെങ്കിൽ ഭാര്യ തമ്മിൽ ഇതേപോലെ ഡിവോഴ്സ് കൊടുക്കാത്ത അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കാം. പിന്നെ സ്ത്രീ ജോലിയുള്ള ആളുകൾ ഡോക്ടറാണ്, ആർക്കിടെക്ടറാണ്, അവർ സ്വന്തമായിട്ട് ജോലി എടുത്ത് സന്തോഷമായിട്ട് ജീവിക്കട്ടെ. ഒരാളെ തോൽപ്പിച്ചിട്ടോ നിർബന്ധപൂർവ്വം എൻ്റെ ഭർത്താവാക്കണം, എൻ്റെ ഭാര്യ ആക്കണം എന്നൊക്കെ പറഞ്ഞാൽ നടക്കുമോ? വിവാഹം എന്ന് പറഞ്ഞൊരു കോൺട്രാക്റ്റാണ്, അത് ഒഴിവാകാനുള്ള ചോയ്സ് അതിലുണ്ട്. പരസ്പരം ഒത്തുപോവില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാവുക. അതിൻ്റെ പേരിൽ ഒരാളെ ലൈഫ് കളയാൻ ശ്രമിക്കുമ്പോഴാണ് ഇതുപോലത്തെ സംഭവങ്ങൾ ഉണ്ടാവുന്നത്. ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, ഭാര്യയുടെ അനുമതിയില്ലാതെ ഭർത്താവ് രണ്ടാമത് വിവാഹം കഴിക്കുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നുള്ളതാണ്. എന്തായാലും ഈ സ്ത്രീക്ക് നീതി കിട്ടട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഉത്തരമാണ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.